എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് വാലന്റൈൻസ് ഡേ ആണല്ലേ. ഞങ്ങൾ പ്രേമിച്ചാണ് കല്യാണം കഴിച്ചത്. എന്നാൽ പോലും ഞങ്ങൾ വാലന്റൈൻസ് ഡേ ആഘോഷിച്ചിട്ടുള്ളത് കല്യാണത്തിന് ശേഷമാണ് കേട്ടോ. എല്ലാവരും കല്യാണത്തിന് മുന്നേ ആയിരിക്കില്ല ഏറ്റവും കൂടുതൽ ആഘോഷിച്ചിട്ടുണ്ടാവുക. ഞങ്ങളുടെ കല്യാണം 2022 സെപ്റ്റംബറിലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ആദ്യത്തെ വാലന്റൈൻസ് ഡേ 2023 ഫെബ്രുവരി 14 കേട്ടോ. ഞങ്ങളുടെ ആദ്യത്തെ വാലന്റൈൻസ് ഡേക്ക് ഏട്ടൻ ആദ്യമായിട്ട് തന്നിട്ടുള്ള ഗിഫ്റ്റാണ് ഈ കാണുന്നത് കേട്ടോ. ഞാൻ ബാത്റൂമിൽ പോയി ഫ്രഷ് ആയി വരുന്ന തക്കത്തിനേട്ടൻ കണ്ണാടീൻ്റെ മുകളിൽ ഒരു റോസാപ്പൂവും ഡയറി മിൽക്കൊക്കെ വെച്ചിട്ട് ക്യാമറ ഒക്കെ ഒളിപ്പിച്ച് വെച്ചിട്ട് എനിക്ക് സർപ്രൈസ് തന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഏട്ടൻ പണിക്ക് പോയി. പിന്നെ വൈകുന്നേരം വന്നപ്പോൾ എന്നെയും അമ്മേനെയും കൂട്ടിയിട്ട് രോമാഞ്ച് സിനിമയ്ക്ക് പോയേ. സിനിമ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ കാണുന്നത് ഇതാണേ. സിനിമയ്ക്ക് പോകുന്നതിന് മുന്നേ ഞാനും അമ്മയും മുറ്റത്തിരിക്കുമ്പോൾ ചാവി മറന്നു എന്നും പറഞ്ഞിട്ട് ഏട്ടനകത്തേക്ക് കയറിയിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് വന്നതേ. പക്ഷെ അപ്പോൾ ഒന്നും എനിക്ക് ഡൗട്ട് തോന്നിയില്ല. പിന്നെ തിരിച്ചു വന്നത് കണ്ടപ്പോഴാണ് സംഗതി എന്താണെന്ന് മനസ്സിലായത്. ഇതിനകത്ത് 3 ജോഡി ഡ്രസ്സും ഡയറി മിൽക്കൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നേ. സത്യം പറഞ്ഞാൽ സർപ്രൈസുകളും ഗിഫ്റ്റുകളും ഏറ്റവും കൂടുതൽ എനിക്ക് കിട്ടിയിട്ടുണ്ടാവുക കല്യാണത്തിന് ശേഷമാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു വാലന്റൈൻസ് ഡേ എത്ര അടിപൊളിയായിട്ട് സർപ്രൈസും ഒക്കെ കിട്ടുന്നത്. സത്യം പറഞ്ഞാൽ ഒരു ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കുന്ന പോലെയായിരുന്നു അന്നത്തെ ദിവസം ഉണ്ടായിരുന്നത്. എനിക്ക് മാത്രം തന്നാൽ പോരല്ലോ, തിരിച്ച് ഞാനും എന്തെങ്കിലും കൊടുക്കണ്ടേ. രാവിലെ ആ ഡയറി മിൽക്കും പൂവും തന്നപ്പോൾ ഞാൻ അമ്മേനോട് പറഞ്ഞു, അമ്മ എനിക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ പണിക്ക് പോയപ്പോൾ രാവിലെ ഞാനും അമ്മയും കൂടെ മുക്കത്ത് പോയിട്ട് ഒരു കേക്ക് വാങ്ങി ഫ്രിഡ്ജിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. വൈകുന്നേരം വന്നിട്ട് കൊടുക്കാന്നുള്ള രീതിയിൽ അപ്പോഴാണ് സിനിമയ്ക്ക് പോയതും വന്നിട്ടുള്ള ഈ സർപ്രൈസൊക്കെ ഉണ്ടായത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഏട്ടന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോ കടലാസിൽ ഓരോ കോഡ് കൊടുത്തു. അതായത് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് കട്ടിലിൻ്റെ അടിയിൽ സാധനം ഉണ്ടെന്നാ, തലാണേൻ്റെ അടിയിൽ നോക്കിയപ്പോൾ പൂജാ റൂമിൽ സാധനം ഉണ്ടെന്നാ. അങ്ങനെ അമ്മേൻ്റെ അടുത്തുനിന്നും അങ്ങനെ ഓരോ കോഡ് നോക്കി നോക്കി ഏട്ടനെ ടെറസിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം ഉണ്ടായിരുന്നത്. കാരണം താഴെയാണ് അമ്മ കേക്ക് കൊണ്ടുവെക്കുന്നത്. അപ്പോൾ ഏട്ടനെ കണ്ണ് വെട്ടിക്കണം ല്ലോ. അങ്ങനെ ടെറസിലെത്തിയിട്ട് ഞാൻ ഒന്നുമില്ല പൊക്കോ എന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ ചമ്മി ഇറങ്ങി വരുമ്പോഴാണ് ഈ കേക്ക് കാണുന്നത് കേട്ടോ. ഏട്ടൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാനും അമ്മയും കൂടെ പ്ലാൻ ഇട്ട് ഇങ്ങനെ ചെയ്യുന്നു തീരെ വിചാരിച്ചില്ലായിരുന്നു. ഏട്ടൻ ശരിക്കും സർപ്രൈസ് ആയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കുന്ന പോലെ ഇത്രയും ഗിഫ്റ്റുകളൊക്കെ ആയിട്ടായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ വാലന്റൈൻസ് ഡേ ഉണ്ടായിരുന്നു കേട്ടോ. ആ വാലന്റൈൻസ് ഡേ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ഞാൻ മറക്കൂല. എനിക്ക് ഇത്രയും വലിയൊരു ചോക്ലേറ്റ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കിട്ടുന്നത്. അതിൻ്റെ മുകളിലായിട്ട് ഐ ലവ് യു കുഞ്ഞേ എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഏട്ടനെ കുഞ്ഞേന്നാണ് കേട്ടോ വിളിക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് അൺബോക്സ് ചെയ്യുന്ന എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ യൂട്യൂബിൽ കയറി അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഒക്കെ നോക്കി. കാരണം വൃത്തിയായിട്ട് അൺബോക്സ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്നിട്ടാണ് കേട്ടോ ഞാൻ അതൊക്കെ തുറക്കുന്നത്. അത് തുറന്ന് കഴിഞ്ഞപ്പോൾ ഇത് അത്രയും വലിയൊരു ഡയറി മിൽക്കായിരുന്നു അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നേ. നിങ്ങൾക്ക് ഇങ്ങനത്തെ മുട്ടായി കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലേ, ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ലല്ലോ. എത്ര പേർക്ക് ഇങ്ങനെ ഒരു ചോക്ലേറ്റ് എങ്കിൽ ചോക്ലേറ്റ് നമുക്കിത് കിട്ടുക, ആ ഒരു ദിവസം കിട്ടുക എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. പക്ഷേ എല്ലാവരും ഒന്നും കുറ്റം പറയാൻ പറ്റൂല. ഈ പ്രാരാബ്ദങ്ങൾക്കിടയിൽ ഈ ദിവസങ്ങളൊക്കെ മറന്നു പോകുന്ന ആൾക്കാരുണ്ട്. അവർക്ക് നമ്മളോട് സ്നേഹമില്ലായിട്ടൊന്നും അല്ല, പക്ഷെ ഇതൊന്നും ചെയ്തു തരാനുള്ള ഒരു ചുറ്റുപാടല്ലാത്തതുകൊണ്ടായിരിക്കും ഇതൊക്കെ ചെയ്തു തരാത്തത്. പിന്നെ നടുത്ത ഹാർട്ട് ഞാൻ കടിച്ചു പൊട്ടിച്ച് കഴിച്ചിട്ടോ. ഇത് 2024 ഞങ്ങളുടെ 2ാമത്തെ വാലന്റൈൻസ് ഡേ ആണ്. എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, കുറേ ഗ്രീറ്റിംഗ് കാർഡ് എൻ്റെ കൈകൊണ്ട് ഉണ്ടാക്കിയിട്ട് എനിക്ക് റോസ് ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ദിവസങ്ങളുണ്ടല്ലോ, ആ എല്ലാ ദിവസവും ഏട്ടന് ഓരോന്ന് വെച്ചിട്ട് കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് റോസ് ഡേക്ക് ഉണ്ടാക്കി കൊടുത്തതാട്ടോ. ഇതിൻ്റെ പിന്നിലായിരുന്നു കുറച്ച് ദിവസങ്ങളോളം ഞാൻ ഉണ്ടായിരുന്നേ. എനിക്കിതൊന്നും സത്യം പറഞ്ഞാൽ ഉണ്ടാക്കി പരിചയമില്ല, ഉണ്ടാക്കാൻ അറിയില്ല. എന്നിട്ട് പോലും ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ഓരോന്ന് സെലക്ട് ചെയ്ത് കുഞ്ഞു അറിവുകളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇത് ഫസ്റ്റത്തെ ഡേ കിട്ടിയപ്പോൾ ഏട്ടൻ ഞെട്ടിയുണ്ടായിരുന്നു. പിന്നെ 2ാമത്തെ ദിവസം മുതൽ ഏട്ടന് അറിയാം എന്തോ കിട്ടാനുണ്ട് എന്നുള്ളത്. പിന്നെ ഏട്ടന് തന്നെ അതിശയമായിരുന്നു ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഏട്ടന് ഇഷ്ടമാണ് ഞാനിങ്ങനെ ഫോണിൽ കളിച്ചിരിക്കാതെ ഇങ്ങനത്തെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യണതാണ് ഏട്ടന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് ഏട്ടന് രാവിലെ 5 മണിക്ക് പണിക്ക് പോകേണ്ടിയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ സമയത്ത് എണീറ്റിട്ട് ഡെയിലി കൊണ്ടു കൊടുക്കുമായിരുന്നു. ഇത് നമ്മളുടെ ചോക്ലേറ്റ് ഡേൻ്റെ ആണേ. അത് ശരിക്കും ആ സ്ട്രാപ്പ് തുറന്നിട്ട് വേണം ആ ഡയറി മിൽക്ക് എടുക്കാൻ. ഏട്ടൻ അതൊന്നും കീറി പറിക്കാൻ തോന്നാഞ്ഞിട്ട് ഏട്ടൻ മുകളിലൂടെ എടുത്തതാട്ടോ. പിന്നെ ഏട്ടൻ ചോക്ലേറ്റ് ഐസ്ക്രീം ഒന്നും കഴിക്കൂല. ഏട്ടന് എത്ര വാങ്ങിക്കൊടുത്താലും ഞാൻ തന്നെ തിന്നേണ്ടി വരും എന്ന് എനിക്കറിയായിരുന്നു. പിന്നെ ഈ ടെഡി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ.
എനിക്ക് ഒരു ചിത്രം പോലും വരയ്ക്കാൻ അറിയാത്ത ഞാൻ എങ്ങനെയോ ഒരു ടെഡീനൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുത്തതാട്ടോ. ടെഡി ബിയറിനൊന്നും വാങ്ങിക്കൊടുക്കാതെ ഒരു ഗ്രീറ്റിങ്ങിൻ്റെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അങ്ങനെ ചെയ്തു കൊടുത്തതാണേ. സത്യം പറഞ്ഞാൽ ഇതിനൊക്കെ കൂടെ എനിക്ക് തോന്നി ഒരു 200 രൂപേൻ്റെ ഉള്ളിലായിട്ടേ ഉള്ളൂ. പക്ഷേ എഫേർട്ടാണ് മെയിനായിട്ടുള്ളത്. അത് എഫേർട്ട് എടുക്കാൻ നമുക്ക് തോന്നും. ഓർക്കിത് കിട്ടുമ്പോഴുള്ള ഓരോ സന്തോഷവും എല്ലാം കാണുമ്പോൾ നമുക്ക് എഫേർട്ട് ഇടാനൊക്കെ തോന്നും. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കല്യാണത്തിൻ്റെ ദിവസമൊക്കെ വെച്ചിട്ട് ഇതിലും വലിയ പ്രോമിസ് എനിക്ക് തരാനില്ല എന്നും പറഞ്ഞിട്ട് ഒരു ഗ്രീറ്റിംഗ് ഉണ്ടാക്കിയിട്ട് കൊടുത്തതാട്ടോ. അത് സത്യം പറഞ്ഞാൽ ഇതൊന്നും മുഴുവനായിട്ടും അടിപൊളിയൊന്നും അല്ല ഞാൻ ഉണ്ടാക്കിയ ഗ്രീറ്റിംഗ് ഒന്നും. എന്തൊക്കെയൊക്കെയോ മിസ്റ്റേക്കുകൾ അതിലുണ്ട്. ഒട്ടും ഒരു സംഗതിയും സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ അറിയാത്തൊരു വ്യക്തി സ്നേഹത്തോടെ ഒരു എന്താ പറയുക ഏട്ടൻ്റെ ഒരു സന്തോഷം കാണാൻ വേണ്ടി മാത്രം ചെയ്തതായിട്ട് ഇത് കണ്ടിട്ട് കണക്കാക്കിയാൽ മതി കേട്ടോ. എന്നാലും എൻ്റെ മാക്സിമം ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കോളായിട്ടുള്ള ഗ്രീറ്റിംഗ് കാർഡ് ഈ കിസ് ഡേൻ്റെ ഗ്രീറ്റിംഗ് കാർഡാണ് എന്ന്. സത്യം പറഞ്ഞാൽ ഇതാണ് ഞാൻ ലാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞത്. അതും കൂട്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തൊരു സാധനമാണ് കേട്ടോ. അങ്ങനെ ഇതൊക്കെ ഞാൻ പറയുമ്പോൾ പുലർച്ചെയാണ് കേട്ടോ, 5 മണിയൊക്കെ സമയമാണ്. അപ്പോഴാണ് ഞാൻ ഈ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നത്. പിന്നെ ഏട്ടൻ്റെ കയ്യിൽ ഗ്രീറ്റിംഗ് കൊടുത്തിട്ട് ഞാൻ തന്നെ വാങ്ങി സേഫായിട്ട് എടുത്ത് വെക്കുന്നുണ്ടായിരുന്നേ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രീറ്റിംഗ് ഇല്ലേ, ഇത് എന്നെ ഒരു കൂട്ടുകാരി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അജന്യ എന്ന് പറഞ്ഞിട്ട് അവൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാക്കിയ ഗ്രീറ്റിംഗ് ആണ് അത്. തൊട്ടപ്പുറത്തുള്ള ബൊക്കെ ഏട്ടൻ എനിക്ക് സർപ്രൈസ് ആയിട്ട് തന്നിട്ടുള്ള ബൊക്കെയാണ് കേട്ടോ. അന്ന് രാത്രി ഞാൻ ഏട്ടനെ കട്ടിലിരുത്തിയിട്ട് ഇതാ ഏട്ടാ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് തന്നതാണെന്നും പറഞ്ഞ് കാണിച്ചു കൊടുത്തിട്ട് അത് ഞാൻ അവിടെ ഇരുത്തിയത് തന്നെ ഈ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് വാലന്റൈൻസ് ഡേക്ക് കൈകൊണ്ട് ഉണ്ടാക്കിയതല്ലാതെ വാങ്ങിയിട്ട് എന്തെങ്കിലും ഒന്ന് കൊടുക്കണം വിചാരിച്ചിട്ട് ചെറിയ പൈസേൻ്റെ ഒരു സാധനമാണ് കേട്ടോ. പക്ഷെ അത് സ്മെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മണമാണ്. അപ്പം അങ്ങനെ ഈ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരുത്തിയതാണ് കേട്ടോ. ഏട്ടനെ സ്മെല്ല് ചെയ്തപ്പോൾ ഏട്ടന് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിൻ്റെ സ്മെല്ലൊക്കെ. ഇതാണ് ഞാൻ ആ വാലന്റൈൻസ് ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ കേട്ടോ. ഇതൊക്കെ ഞാൻ ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. ഞാൻ ഏട്ടാ ഒന്ന് ഇങ്ങോട്ട് വരുമോ സെൽഫി എടുക്കാമെന്നും പറഞ്ഞ് വിളിച്ചപ്പോൾ ഏട്ടൻ കണ്ടിട്ടുണ്ടെന്ന് തോന്നണം എൻ്റെ കയ്യിൽ ഗിഫ്റ്റ് ഉള്ളത്. അപ്പോൾ ഏട്ടൻ്റെ കയ്യിലത്തെ ഗിഫ്റ്റുമായിട്ട് വന്ന് അപ്പോൾ ബൊക്കെയായിട്ട് അത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടി. അയ്യോ എൻ്റെതൊന്നുമില്ല, അയ്യോ ഏട്ടൻ ഇത്ര അടിപൊളി തന്നില്ലേ എന്നുള്ള മൈൻഡിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. പക്ഷേ ഏട്ടന് ഞാൻ അതൊക്കെ കൊടുക്കണ ഏട്ടന് വലിയ കാര്യമാണ്. എനിക്ക് ഗിഫ്റ്റ് കിട്ടിയപ്പോൾ അതിലേറെ സന്തോഷമായി. കഴിഞ്ഞ വാലന്റൈൻസ് ഡേ ഏട്ടൻ അടിപൊളിയാക്കിയപ്പോൾ ഈ വാലന്റൈൻസ് ഡേ ഞാൻ കൊണ്ടുപോയി എന്നുള്ള ഒരു സന്തോഷത്തിലിരിക്കുമ്പോഴാണ് ഏട്ടൻ എന്നെ വിളിച്ചിട്ട് വാ കുഞ്ഞേ വാ എന്നും പറഞ്ഞു. അപ്പം ഞാൻ എന്താന്ന് ചോദിക്കുക ഏട്ടനോട്. ഏട്ടൻ എന്നിട്ട് എൻ്റെ കണ്ണ് പൊത്തിയിട്ട് മെല്ലെ കൊണ്ടുപോവാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഗെയ്സ് ഇങ്ങനത്തെ ഒരു ട്വിസ്റ്റ് ഞാൻ ഈ നട്ടപ്പാതിര 11 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. എനിക്ക് അതിൻ്റെ ഒരു സൂചന പോലും കിട്ടിയില്ല. ഞാൻ ഉറങ്ങാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഉറങ്ങാൻ നേരത്തെ നമ്മൾ ഫോണിൽ ജസ്റ്റ് കളിക്കില്ല, അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഏട്ടൻ എന്നെ കൂട്ടിയിട്ട് ടെറസിൻ്റെ മുകളിൽ പോകുന്നത്. എന്നിട്ട് ഞാൻ ഈ കാഴ്ച കണ്ടിട്ട് ശരിക്കും ഞെട്ടി. സത്യം പറഞ്ഞാൽ ഏട്ടൻ്റെ എഫേർട്ടിൻ്റെ മുന്നിൽ ഞാൻ ഒന്നും അല്ലാതായിപ്പോയ നിമിഷം അത്. കാരണം ഏട്ടൻ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അതിലുള്ള ഓരോ സാധനങ്ങളും ഒപ്പിച്ചെടുത്തത്. ഏട്ടൻ ജസ്റ്റ് പിൻട്രസ്റ്റിനായിട്ട് കണ്ട ഫോട്ടോ അതേപോലെ ഓരോ സാധനം ഏട്ടൻ അതേപോലെ വേണമെന്ന് വിചാരിച്ചിട്ട് ഏട്ടന് എത്രയോ ദൂരെ പോയിട്ടാണ് ഓരോ സംഗതികളും ഒപ്പിച്ച് ആ ചെറിയ ചെറിയ ഹാർട്ട് വരെ ഒപ്പിച്ച് കൊണ്ടുവന്നത്. അതുപോലെ കേക്ക് വരെ കസ്റ്റമൈസ് ചെയ്തിട്ട് ഏട്ടൻ ചെയ്യിപ്പിച്ചത്. അതും വിചാരിച്ച പോലെ ഒന്നും ആയില്ല പറഞ്ഞ് വിഷമമൊക്കെ ആയിരുന്നു. എന്നാൽ പോലും ഞാനിത് കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായി. എന്നിട്ട് നാട്ടുകാരെ മൊത്തം തട്ടി വിളിക്കണ പോലത്തെ ഒരു പടക്കവും പൊട്ടിച്ച് ശുഭം. നിങ്ങൾ കെട്ടിയവനും കെട്ടിയോളും എന്താ ആയിക്കോളി, എൻ്റെ ഉറക്കം എന്തിനാ കെടുത്തണമെന്ന് എനിക്ക് നാട്ടുകാർ ചിന്തിക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞ കൊല്ലത്ത്, അതായത് ഞങ്ങൾ 3ാമത്തെ വാലന്റൈൻസ് ഡേ ആണേ. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് വാലന്റൈൻസ് ഡേ പറയണ ഈ ബർത്ത്ഡേ ഓണം വിഷൊക്കെ പോലെയാണ്. കാരണം രാവിലെ തുടങ്ങി രാത്രി വരെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ചാൽ ചെയ്യുക. പക്ഷെ എല്ലാ പ്രാവശ്യം ഏട്ടൻ തന്നെയാണ് അടിപൊളി ആക്കാറ്. ഇത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ ഏട്ടൻ ലൈറ്റ് ഓണാക്കി. എന്നിട്ട് എനിക്ക് ലൈറ്റ് തുറന്നപ്പോൾ ഞാൻ ആ ഒരു വെറീഡിൽ എണീറ്റപ്പോൾ ഉണ്ട് കണ്ണാടിയിൽ നോക്കി ഗൈസ്. അതായത് ലൈറ്റൊക്കെ വെച്ചിട്ട് അതിൽ 2 ബലൂണൊക്കെ വെച്ചിട്ട് ഞാൻ അത് കിളി പോയി ഇരിക്കണതാട്ടോ. ആ വീഡിയോ ഇൻസ്റ്റയിലുണ്ട്. ആ വീഡിയോ കിളി പോയി എന്നുള്ള ട്യൂണൊക്കെ ഉണ്ട്. ഉറക്കപ്പിച്ചിൽ എണീക്കുമ്പോൾ തന്നെ കിളി പോയ അവസ്ഥയായിരുന്നു. പിന്നെ അതും ഞാൻ പ്രതീക്ഷിക്കാതെ കിട്ടിയതുകൊണ്ട് അത് ഭയങ്കര സന്തോഷമായി. പിന്നെ 5 സെക്കൻഡ് ഞങ്ങളെ സ്നേഹപ്രകടനം. ഏട്ടൻ്റെ സർപ്രൈസ് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാ, നമുക്ക് ചിന്തിക്കാനുള്ളൊരു ടൈം കിട്ടൂല.
ടപ്പ ടപ്പേന്നാ പരിപാടി. അതായത് ഉറക്കം എണീക്കുന്ന സമയത്തൊന്നും നമ്മൾ പ്രതീക്ഷിക്കൂലല്ലോ, ആ സമയത്തൊക്കെ സർപ്രൈസ് തരിക. ഇന്ത്യയൊക്കെ സർപ്രൈസ് ഭയങ്കര കോമഡിയാണ്. ഞാൻ വലിയ സംഭവമാക്കിയിട്ട് ചെയ്യും, എന്നിട്ട് എങ്ങനെയെങ്കിലും ഏട്ടൻ അത് കാണും. ഞങ്ങളെ ബർത്ത്ഡേക്കൊക്കെ ഞാൻ പൊതുവെ ഏട്ടന് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അങ്ങനെ നേരെ ഏട്ടൻ്റെ മുന്നിലേക്കൊക്കെ ഗിഫ്റ്റ് വാങ്ങി വരിക. എങ്ങനെ ചെയ്താലും ഞാൻ വാങ്ങുന്ന സാധനം ഏട്ടൻ കാണും. അതിൻ്റെ ഉള്ളത്തെ കാണൂല, പക്ഷെ ഒരു ഗിഫ്റ്റ് ഏട്ടൻ കാണും. പിന്നെ ഏട്ടൻ പറയും, എന്തായാലും ഞാൻ പ്രതീക്ഷിച്ചിട്ടല്ലേ നിൽക്കുന്നത്, അപ്പോൾ ഒരു ഗിഫ്റ്റ് ഉണ്ടാവും എനിക്ക് ഉറപ്പല്ലേ, അങ്ങനെ വിചാരിച്ചാൽ മതി എന്ന് പറയും എൻ്റെ സങ്കടപ്പെട്ട മുഖം കാണുമ്പോൾ. ഇത് ഞാൻ ഏട്ടനെ ടെറസിൻ്റെ മുകളിലേക്ക് വിളിച്ചിട്ട് റോസാപ്പൂ ഒക്കെ കൊടുത്തിട്ട് ഞാൻ തന്നെ സ്വന്തമായിട്ട് സെറ്റ് ചെയ്ത് മുക്കത്തൊക്കെ തെണ്ടി തിരിഞ്ഞ് കറങ്ങി ഞാൻ തന്നെ ഒപ്പിച്ച് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഗിഫ്റ്റാട്ടോ ഇത്. സത്യം പറഞ്ഞാൽ എല്ലാം കൂടെ ഒരു 200 രൂപേൻ്റെ ഉള്ളിലേ ആവുന്നുള്ളൂ. എൻ്റെ കയ്യിൽ അപ്പം ഉണ്ടായിരുന്ന പൈസ എണ്ണിപ്പെറുക്കിയിട്ട് ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. പക്ഷെ അതിന്നൊരു 2000 രൂപേൻ്റെ സന്തോഷം ഏട്ടന് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സമാധാനം. ഞാൻ എല്ലാ കൊല്ലം എന്തെങ്കിലും ഒരു സ്മെല്ലുള്ള സാധനം കൊടുക്കും. കഴിഞ്ഞ തവണ റോസാപ്പൂ സ്മെല്ലുള്ള ആ ഗിഫ്റ്റ് കൊടുത്തപ്പോൾ ഇപ്രാവശ്യം ഞാൻ കൊടുത്തു ക്യാൻഡിലാണ് കേട്ടോ. അയ്യോ പറഞ്ഞിതാ നമ്മൾ ഈ കൊല്ലത്തെ 2026 വാലന്റൈൻസ് ഡേയിൽ എത്തിയിട്ടോ. ഇപ്രാവശ്യം ഏട്ടൻ രാവിലെ തന്നെ പരിപാടി തുടങ്ങിയാണ്. ഇത് എൻ്റെ വണ്ടിയാണ് കേട്ടോ. ഏട്ടൻ പണിയെടുക്കുന്നത് ഇപ്പം ഏട്ടന് സൈറ്റ് ഉള്ളത് തിരൂരാണേ. അപ്പം ഇന്നലെ രാത്രി തന്നെ ഏട്ടൻ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പണിക്ക്. അങ്ങനെ പോവുകയാണെങ്കിൽ രാവിലെ എണീറ്റിട്ട് ഞാൻ ഓഫീസിലേക്ക് പോണ സമയത്ത് എൻ്റെ ഡിക്കി തുറക്കുമ്പോൾ ഞാൻ കണ്ടോട്ടെ എന്ന് വെച്ചിട്ട് ഡിക്കിയിൽ വെച്ച ഗിഫ്റ്റാണേ. അപ്പോൾ ഏട്ടൻ രാവിലെ പോകുന്നതായപ്പോൾ ഏട്ടൻ രാവിലെ തന്നെ ഞാൻ ഉറക്കം മുന്നേ തന്നെ എനിക്ക് ഗിഫ്റ്റ് കൊണ്ട് കയ്യിൽ തന്ന്. എന്നത്തെയും പോലെ ഞാൻ ഞെട്ടി. ഞാൻ ഏട്ടനോട് ഒരാഴ്ച മുന്നേ ചോദിക്കണ്ടായിരുന്നു, ഏട്ടാ വാലന്റൈൻസ് ഡേ അന്ന് ഏട്ടൻ അവിടെ ഉണ്ടാവുമോ എന്ന് തന്നെ ചോദിക്കണ്ടായിരുന്നു. കാരണം ഏട്ടൻ തിരൂർ പോവും വരും, തിരൂരല്ലേ തിരൂരങ്ങാടിയിൽ പോവും വരും അങ്ങനെ കളിക്കുകയായിരുന്നു. അപ്പോൾ തലേ ദിവസം രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ തന്നെ എന്തേ കൊടുക്കായിരുന്നു വിചാരിച്ചിട്ടാണ് നിന്നുണ്ടായിരുന്നത്. പക്ഷേ ഏട്ടൻ ഇവിടെ ഉണ്ടാവും എന്നുള്ള ഒരു സൂചനയും തന്നില്ല. അതുകൊണ്ട് എനിക്കൊന്നും വാങ്ങാൻ പറ്റില്ല. അതിൻ്റെ നല്ല വിഷമം എനിക്ക് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് രാവിലെ തന്നെ ഞാൻ ഇപ്രാവശ്യത്തെ വാലന്റൈൻസ് ഡേക്ക് ഏട്ടത് വാങ്ങി തരുന്നൊന്നും വിചാരിച്ചില്ലായിരുന്നു. കാരണം ഏട്ടന് നേരത്തെ പോവാനുള്ളതുകൊണ്ട്. പക്ഷെ ഇത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. ഈ ഞെട്ടി നിൽക്കുന്നത് എന്താണെന്നറിയോ, ഇത് മൈക്കാണ് കേട്ടോ. നമുക്ക് വ്ളോഗേഴ്സിന് വ്ളോഗ് എടുക്കുന്ന ടൈപ്പ് മൈക്ക. ഞാൻ എന്നോ പറയണ്ടായിരുന്നു ഏട്ടയ്ക്കൊരു മൈക്ക് വാങ്ങണം എന്നൊക്കെ പറയണ്ടായിരുന്നു. പക്ഷേ ഏട്ടൻ അത് ഓർത്ത് എനിക്ക് വാങ്ങി തന്നപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് എയർപോർട്ടാണെന്നാ. എയർപോർട്ടല്ലേ ചോദിച്ചപ്പോൾ ഏട്ടൻ പറയാം, നല്ല വ്ളോഗറാ, എയർപോർട്ടാണോ ഇതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് മൈക്കാണെന്ന്. പിന്നെ അതിൻ്റെ മുകളിൽ എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നോക്കിയേനു ഞാൻ. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഏട്ടന് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റാത്തതിൽ നല്ല വിഷമമുണ്ട്. വാലന്റൈൻസ് ഡേ അർദ്ധരാത്രി വരെ ഉണ്ടല്ലോ, നമുക്ക് നോക്കാം. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഇത് കാണുന്നവർ ചിലർക്കൊക്കെ ഒരു ക്രിഞ്ചായിട്ടും പൈങ്കിളായിട്ടൊക്കെ തോന്നും. ലൈഫ് ഒന്നല്ലേ ഉള്ളൂ, സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനൊക്കെ വേണ്ടിയിട്ടല്ലേ നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ഇങ്ങനത്തെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ കിട്ടുമ്പോൾ അത് വലിയ സന്തോഷങ്ങളാണ്. സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് സമയങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക. എന്നാലും ഞങ്ങളുടെ ഈ ഒരു കുട്ടി അനുഭവം അല്ലെങ്കിൽ മെമ്മറി നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റിയത് ഭയങ്കര സന്തോഷമായിട്ട് കരുതുന്നു. നമ്മളിപ്പോൾ ഒരു ഫാമിലി അല്ലേ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.